റഷ്യയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ നല്ല ലാഗിംഗ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഒരു 5-6 മാസമൊക്കെ വരുന്നുണ്ട് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനായിട്ട്, ഒരു റിയൽ വിസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൂടി മനസ്സിലാക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അതായത് വിസ ബ്ലോക്ക് ആയിട്ടോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ, ഇപ്പോഴും വിസ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസ ഇവിടെ നിന്ന് നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. വിസ ഇവിടെ നിന്ന് നടന്ന് നാട്ടിലെത്തുമ്പോഴത്തേക്കിന് കുറച്ച് സമയം എടുക്കും. അതിൻ്റെയാണ് ഈ ഡിലേ കേട്ടോ. ഒരു കമ്പനിക്ക് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 45 വർക്കിംഗ് ഡേയുടെ കാര്യമുള്ളൂ. 45 വർക്കിംഗ് ഡേ കൊണ്ട് നിങ്ങളുടെ വിസയുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ നിങ്ങളുടെ കമ്പനിയുടെ ഓണറുടെ കയ്യിൽ വിസ കിട്ടും. ആ വിസ പിന്നെ അങ്ങോട്ടേക്ക് അയച്ചു തരാൻ വേണ്ടി എടുക്കുന്ന ഒരാഴ്ച, അത്രയേ ഉള്ളൂ. ഇവരിപ്പോഴും ഈ വർക്കിംഗ് വിസ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത് എന്താ, ഓപ്പൺ വർക്കിംഗ് വിസ. നിങ്ങളുടെ ഈ ഫോണില്ലേ, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു വിസ ഇവിടെ ഇല്ല. എന്താണ് ഈ ഓപ്പൺ വർക്കിംഗ് വിസ? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് തട്ടിപ്പ് വിസയാണ്. ഇവരിവിടെ ഒരു കമ്പനി ഫോം ചെയ്യിച്ചിട്ട് ഇവരെ ഈ കമ്പനിയിലോട്ട് ആളെ വേണമെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ആൾക്കാരെ വിളിക്കുന്നു. എന്നിട്ട് നിങ്ങളെ ഇവിടെ അടിമകളെ പോലെ ഓസോണിലും വെയർഹൗസിലും കൊണ്ടുപോയിട്ട് ഇവന്മാർ അവിടുന്ന് കമ്മീഷൻ മേടിച്ചിട്ട് നിങ്ങളെ കൊണ്ട് കൊടുക്കുന്നു. 3 കൊല്ലത്തേക്ക് നിങ്ങൾ ഇവിടെ വന്ന് പട്ടീനെ പോലെ അടിമപ്പണി എടുക്കുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് എത്രയും വേഗം ഇവർക്കെതിരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുക. റീഫണ്ട് കാര്യങ്ങൾ മേടിക്കുക. ഇനി 6 മാസം, ഇനി 7 മാസം, 8 മാസം, എത്ര മാസങ്ങൾ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? അതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇജാസിനെ പോലുള്ള ഇഷ്ടം പോലെ വിസ തട്ടിപ്പുകാരുണ്ട് നമ്മുടെ മലയാളികളിവിടെ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക.